ദേശാഭിമാനിയെ തൂക്കി താഴെ അടിക്കുകയാണ് മലയാളികൾ. ക്ഷമ നശിച്ചു നിൽക്കുകയാണ്. കൂടുതൽ വിളവിറക്കരുതെന്നാണ് മലയാളികൾ ഉപദേശിക്കുന്നത്. ദേശാഭിമാനിയുടെ ഈ കുത്തിത്തിരിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ എതിർപ്പിന് വഴിവെച്ചിരിക്കുകയാണ്. പിണറായി വിജയന് ഇത് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പിണറായി വിജയൻ അവിടെ പോയി കാണിച്ച കോമാളിത്തരങ്ങൾ മലയാളികൾ എടുത്തിട്ട് ഉടുത്തോണ്ടിരിക്കുന്നതിനിടയിലാണ് മോദി അവിടെ പോയി ആ കുഞ്ഞു നൈസയുമായുള്ള നല്ല നിമിഷങ്ങൾ പങ്കുവച്ചത്. അത് മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ വാർത്തയാക്കിയാണ് കൊടുത്തത്. പക്ഷേ ദേശാഭിമാനിക്ക് മാത്രമാണ് ഇത് കണ്ണിന് പിടിക്കാത്തത്. ഇതോടെ ദേശാഭിമാനി കൃത്യമായ രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണം ശക്തമായി. ഇത് മാത്രമല്ല, കേന്ദ്രത്തോട് മികച്ച രീതിയിൽ തന്നെയാണ് കേരളം ഈ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മോദി പോകാൻ നേരം പറയുകയും ചെയ്തു ഒരു ബുദ്ധിമുട്ടും വയനാടിനുണ്ടാകില്ല എന്ന്. അത്തരത്തിലൊരു ഉറപ്പ് കൂടി കൊടുത്തിട്ടാണ് മോദി പോയത്. പക്ഷേ അതിനിടയിൽ കൂടിയും കുത്തിത്തിരിപ്പാണ് ദേശാഭിമാനി കാണിച്ചത്. എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിന്ന ഒരു ദൃശ്യമുണ്ട്. കുഞ്ഞു നൈസ പ്രധാനമന്ത്രിയുടെ താടിയിൽ പിടിച്ച് കളിക്കുന്ന ദൃശ്യങ്ങൾ. പിറ്റേന്നത്തെ പത്രങ്ങളിലെല്ലാം കുഞ്ഞു നൈസയും മോദിയും ഇടം പിടിച്ചു. പക്ഷേ ദേശാഭിമാനി ആ ചിത്രം കണ്ടില്ല. പകരം ഫ്രണ്ട് പേജിൽ കൊടുത്ത വാർത്ത ബെയിലി പാലത്തിലൂടെ മോദി നടക്കുന്ന ചിത്രം. തലക്കെട്ട് കണ്ടും കേട്ടും മോദി പോയി. ഇവന്മാർക്ക് എന്ത് പത്രധർമ്മമാണുള്ളത്? മനസ്സിൽ എത്രത്തോളം വിഷമുണ്ടെന്ന് നോക്കണേ. തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു കുറച്ചു നിമിഷത്തേക്കെങ്കിലും ആ പിഞ്ചു കുഞ്ഞിന്റെ കുസൃതികൾ. പക്ഷേ വിഷം പുരട്ടിയ തൂലികയിൽ നിന്ന് കൊടിയ വിഷം മാത്രമല്ലേ പുറത്തു വരൂ. ദേശാഭിമാനിയെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് മലയാളി. നൈസയോട് എന്തിനീ കുശുമ്പ്? നിഷ്കളങ്കയായ ഒരു പിഞ്ചു പൈതലിന്റെ മുഖം ദേശാഭിമാനിയിൽ മാത്രം തമസ്കരിച്ചിട്ട് എന്ത് കിട്ടാൻ സഖാക്കളെ? 3 വയസ്സ് മാത്രം പ്രായമുള്ള നൈസയെ പ്രധാനമന്ത്രി സ്നേഹഭാരം കൊണ്ട് താലോലിച്ചാൽ എന്തിനാണ് സഖാക്കൾക്ക് നോവുന്നത്? വയനാട്ടിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 വയസ്സുകാരിയുടെ ദാരുണ കഥ കേട്ടിട്ട് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച് ലാളിക്കുന്നത് കണ്ടപ്പോൾ എന്താ കുശുമ്പ് തോന്നിയിട്ടാണോ ദേശാഭിമാനി മാത്രം ആ ചിത്രം തമസ്കരിച്ചത്? ഇത്ര മനുഷ്യപ്പറ്റില്ലാത്തവരാണോ ദേശാഭിമാനി നടത്തുന്നവരെന്ന് പച്ചയ്ക്ക് ചോദിച്ച് ശക്തിധരൻ. പിണറായി വിജയൻ അവിടെ പോയി ഷോ കാണിച്ചത് മാത്രമേ ദേശാഭിമാനിയിൽ നിറഞ്ഞു നിന്നുള്ളൂ. മോദി വന്നു പോയതൊന്നും അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല. ചോദിച്ച 2000 കോടി കിട്ടാത്തതിന്റെ കെറുവാണോ എന്തോ. അല്ലെങ്കിലും ദേശാഭിമാനി ഇങ്ങനാണല്ലോ. പിണറായി വിജയൻ ആരെയെങ്കിലും ചേർത്ത് പിടിച്ചാൽ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ദേശാഭിമാനിക്ക് അങ്ങനെ ഒരു മുഹൂർത്തം കിട്ടുന്നില്ല. ആരെയും പിണറായി ചേർത്ത് പിടിക്കുന്നില്ല. മറിയക്കുട്ടിക്കില്ലാത്ത 2 ഏക്കർ കണ്ടുപിടിക്കാനും സഖാക്കളെ നോവിച്ചാൽ, പിണറായി വിജയനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെയൊക്കെ വേട്ടയാടാനും മാത്രമേ ദേശാഭിമാനിയുടെ തൂലിക അങ്ങോട്ട് പൊങ്ങത്തുള്ളൂ. തീർന്നില്ല, ശക്തിധരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നൈസ കേരളത്തിലെ ഭരണ നേതൃത്വത്തിന് ആരുമല്ലായിരിക്കാം. മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടി ആയിരുന്നെങ്കിലോ? എത്ര ക്ലേശിച്ചാണ് മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയെ ചീഫ് സെക്രട്ടറി പെടാപ്പാട് പെട്ട് ഇത്തവണ വിദേശ യാത്രയിൽ കയറ്റി അയച്ചതെന്ന് പറയേണ്ടതില്ലല്ലോ. അതൊന്നും ഇപ്പോൾ ചികഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇങ്ങനെ പലതും ചെയ്താലേ ചീഫ് സെക്രട്ടറിക്ക് നിന്ന് പിഴയ്ക്കാൻ പറ്റൂ. അതൊന്നും അത്ര വലിയ അപരാധവുമല്ല. നൈസയെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്ന ദൃശ്യത്തിൽ ഒരു സന്ദേശമുണ്ടെന്നത് സത്യം. ലെനിനും ചാച്ചാ നെഹ്റുവും മറ്റും ജനകോടികളുടെ മനസ്സിൽ ചേക്കേറിയത് ഇതേ ചിറകിലാണ്. വന്ധ്യത ബാധിച്ചവർക്ക് അത് മനസ്സിലാകില്ല. പറക്കമുറ്റാത്ത ആ കുഞ്ഞ് സ്വന്തം അച്ഛനും കുടുംബത്തിലെ 5 ഉറ്റ ബന്ധുക്കളും നഷ്ടപ്പെട്ട വ്യഥയിലാണ് വളരുന്നത് എന്നത് ഒരു കുറവ് തന്നെയാകാം. പക്ഷേ പ്രധാനമന്ത്രി ആ കുഞ്ഞിന്റെ വിഹ്വലതയെ സ്നേഹപ്പൂക്കൾ കൊണ്ട് പരിലാളിക്കുന്നത് കണ്ടപ്പോൾ പ്രഭോ, അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കാൻ തോന്നുന്നു. ആരുടെ മനസ്സാണ് ഇത് കണ്ട് കുളിർക്കാത്തത്? ദേശാഭിമാനിക്കാരൻ്റേതല്ലാതെ. ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്. എന്തായാലും പിണറായിയെ ഇകഴ്ത്തിയും മോദിയെ ഒന്ന് പുകഴ്ത്തിയും ശക്തിധരൻ പോസ്റ്റ് ഇട്ടതോടെ സൈബർ വെട്ടുകിളിക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് കുത്തിപ്പറിക്കാൻ. പിന്നെ ശക്തിധരന് ഇതൊന്നും വലിയ ഒരു വിഷയമല്ല. മൂപ്പർ ഇതുപോലത്തെ എത്രയോ ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ നേരിടുന്ന ആളാണ്.